പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് കർത്താവിനെ നിഷ്കളങ്കമായി സ്നേഹിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം കേട്ടോ. ഒന്നിനും വേണ്ടിയല്ല, ഒരു ഭൗതികമായ നേട്ടങ്ങൾക്കും വേണ്ടിയല്ല. കർത്താവിനെ നിഷ്കളങ്കമായി സ്നേഹിക്കാൻ, അവിടുത്തോടൊപ്പം ഇരിക്കാൻ, അവിടുത്തെ ഹൃദയത്തിൻ്റെ സ്നേഹം നുകരാൻ, അവിടുത്തോട് ഹൃദയം കൊണ്ടും ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും സംസാരിക്കാൻ, അവിടുത്തോട് അവിടുത്തെ ഹൃദയത്തിൻ്റെ മാധുര്യം ആസ്വദിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. പ്രത്യേകിച്ച് ഈ ആത്മീയ മേഖലയിൽ രണ്ട് തരത്തിലുള്ള മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന് ഭൗതിക മനുഷ്യർ, ഇത് ആത്മീയ മേഖലയിൽ തന്നെ ഭൗതിക മനുഷ്യരുണ്ട്. അതായത് പള്ളിയിൽ വരുന്നത് തന്നെ എന്തിനാ? ഇന്ന സാധനം വേണം, സമ്പത്ത് വേണം, സമൃദ്ധി വേണം, രോഗം പാടില്ല. അതായത് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമേ അവരുടെ നാവ് കർത്താവിൻ്റെ മുന്നിൽ സംസാരിക്കത്തുള്ളൂ, ഹൃദയം തുറക്കുകയുള്ളൂ. അത് ആത്മീയ മേഖലയിൽ തന്നെയുള്ള ഭൗതിക മനുഷ്യരാണ്. രണ്ട് ആത്മീയ മനുഷ്യരുണ്ട്. ആത്മാവിൻ്റെ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവർ, ആത്മീയ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ പരിശ്രമിക്കുന്നവർ, ദൈവത്തെ ഒന്നിനും വേണ്ടിയല്ലാതെ നിഷ്കളങ്കമായി സ്നേഹിക്കുന്ന ആത്മാക്കൾ. അങ്ങനെയുള്ളവരുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒത്തിരി അനുഗ്രഹമായിരിക്കും. അപ്പം നമ്മൾ എങ്ങനെയുള്ളവരാണെന്ന് ചിന്തിക്കുക. ഒന്നിനും വേണ്ടിയല്ല ഞാൻ എൻ്റെ കർത്താവിൻ്റെ പിന്നാലെ പോകുന്നതെങ്കിൽ ഞാൻ ആത്മീയ മനുഷ്യനാണ്. ആത്മീയ മനുഷ്യൻ കർത്താവിൻ്റെ മുന്നിൽ മുട്ടുകളും അടക്കുന്നു, ഈ ലോകത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു, സ്വന്തം ആത്മാവ് പാപത്തിലേക്ക് പോകാതെ വചനാധിഷ്ഠിതമായി കൗദാശികമായി വിശദീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ളവരായിട്ട് മാറണം. ഒരു ഡോക്ടർ എന്നെ കാണാൻ വന്നപ്പോൾ പറയുമായിരുന്നു, അച്ഛൻ ജനങ്ങളോടൊക്കെ പറയണം, ഒന്നിനും വേണ്ടിയല്ല, ഈശോയെ നിഷ്കളങ്കമായി സ്നേഹിക്കാൻ, ഈശോയുടെ അടുക്കൽ ചെല്ലാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ. നിങ്ങളോട് അച്ഛൻ പറയണം ഡോക്ടർ പറഞ്ഞ കാര്യം, നിഷ്കളങ്കമായി ഈശോ സ്നേഹിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. മത്തായി 6:33 എന്താ പറയുക? ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കൂ, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നൽകപ്പെടുമെന്നാണ് പറയുക. ആദ്യം കർത്താവിൻ്റെ രാജ്യവും നീതിയും സ്നേഹിക്കുക, നിഷ്കളങ്കമായി സ്നേഹിക്കുക. ആ സ്നേഹത്തിൽ നിന്ന് അവിടെ നിന്ന് ആഗ്രഹിക്കുവാണെങ്കിൽ ഭൗതികമായ കാര്യങ്ങൾ തരട്ടെ. അതല്ലാതെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം കർത്താവിനെ പിന്തുടരാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ആത്മീയ മനുഷ്യനായി മാറാൻ ഇന്ന് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ എൻ്റെ ആത്മാവിനെ അങ്ങ് ജ്വലിപ്പിക്കണമേ എന്ന്. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.